വെള്ളക്കെട്ടിലേക്ക് തള്ളിയിട്ട് ഭാര്യയെയും 2 കുട്ടികളെയും കൊലപ്പെടുത്തിയ കേസിൽ പിടിയിലായ ചീക്കോട് വാവൂർ സ്വദേശി മുഹമ്മദ് ഷെരീഫ് വർഷങ്ങളോളം ഒളിവിൽ താമസിച്ചത് വ്യാജരേഖകളുടെ സഹായത്തോടെ. വർഷങ്ങളായ മുഹമ്മദ് ഷെരീഫിനെ കുറിച്ച് വിവരമില്ലായിരുന്നെങ്കിലും പോലീസ് പിറകിലുണ്ടായിരുന്നു. സൈബർ സെല്ലിന്റെയും സാങ്കേതിക വിദഗ്ധരുടെയും സഹായത്തോടെ പലതരത്തിലുള്ള അന്വേഷണം തുടരുന്നതിനിടെയാണ് ബംഗളൂരുവിൽ മറ്റൊരാളെ വിവാഹം കഴിച്ച് ടാക്സി ഡ്രൈവറായി കഴിയുന്നുണ്ടെന്ന വിവരം പോലീസിന് ലഭിക്കുന്നത്. കൊണ്ടോട്ടി ASP കാർത്തിക് ബാലകുമാറിന്റെ നിർദ്ദേശമനുസരിച്ചാണ് കഴിഞ്ഞ ദിവസം ഡാൻസ് ഓഫ് സംഘം ബംഗളൂരുവിലെത്തിയത്. അവിടെ കൊൽക്കത്ത സ്വദേശിയെ വിവാഹം കഴിച്ചു കഴിയുകയായിരുന്നു ഇയാൾ. സാബിറ എന്നാണ് ഭാര്യയുടെ പേര് പറഞ്ഞത്. കൊല്ലപ്പെട്ട ഭാര്യയുടെ പേരും സാബിറ എന്നാണ്. മുഹമ്മദ് ഷെരീഫ് എന്ന പേര് മുഹമ്മദ് യൂസഫ് ഷെരീഫ് എന്നാക്കിയിരുന്നു. ഡ്രൈവിംഗ് ലൈസൻസ്, ആധാർ കാർഡ്, പാൻ കാർഡ് എന്നിവ വ്യാജവിലാസത്തിൽ ഉണ്ടാക്കിയതായും പോലീസ് കണ്ടെത്തി. നാട്ടിൽ നിന്ന് മുങ്ങിയ ശേഷം ബംഗളൂരു, മൈസൂരു, മുംബൈ, ബംഗാൾ, കൊൽക്കത്ത തുടങ്ങിയ വിവിധയിടങ്ങളിൽ താമസിച്ചതായും കൺസ്ട്രക്ഷൻ മേഖലയിലും ഡോർ ടു ഡോർ ഭക്ഷണ വിതരണ മേഖലയിലും മറ്റും ജോലി ചെയ്തതായും പോലീസ് വ്യക്തമാക്കി. പിന്നീടാണ് ടാക്സി കാർ വാങ്ങിയത്. ബംഗളൂരുവിൽ മുഹമ്മദ് ഷെരീഫിന്റെ കൂടെയുണ്ടായിരുന്ന ഭാര്യയുടെ പേരിലാണ് കാർ ഉള്ളത്. രാത്രിയിലാണ് ഓടിയിരുന്നത്. പകൽ കാര്യമായി പുറത്തിറങ്ങാറില്ലെന്നും മലയാളികളുമായി കാര്യമായി സമ്പർക്കം പുലർത്തിയിരുന്നില്ലെന്നും പോലീസ് പറഞ്ഞു. ഹിന്ദിയിലായിരുന്നു സംസാരം. സാധാരണക്കാരുടെ വേഷത്തിൽ പോലീസ് എത്തുമ്പോൾ ഹിന്ദിയിലായിരുന്നു സംസാരിച്ചിരുന്നത്. ഒരു ദിവസത്തോളം മുഹമ്മദ് ഷെരീഫിന്റെ നീക്കങ്ങൾ നിരീക്ഷിച്ച് ഒടുവിൽ താമസ സ്ഥലത്തെത്തി വലയിലാക്കുകയായിരുന്നു. ഈ ചാനൽ കൊണ്ടോട്ടി.